സോവാനിന്റെ അച്ഛൻ അവയ്ക്ക് വാടക നൽകാൻ പോയപ്പോൾ അച്ഛൻ ഒരു വസ്ത്രത്തിന് ഒരു ദിവസത്തേക്ക് എത്ര വാടക നൽകുമെന്ന് ചോദിക്കുന്നു. ഒരു ദിവസത്തെ വാടക 2000 രൂപയാണെന്ന് വസ്ത്ര ഉടം പറയുന്നു. പക്ഷേ സോവാനിന്റെ അച്ഛന്റെ പക്കൽ അത്രയും പണമില്ല. വസ്ത്രത്തിന് തവണകളായി പണം നൽകാൻ കഴിയുമോ എന്ന് അച്ഛൻ ചോദിക്കുന്നു. ഇത് കേട്ടപ്പോൾ വസ്ത്ര ഉടമ അച്ഛന്റെ പക്കൽ പണമില്ലെന്ന് മനസ്സിലാക്കുന്നു. പിതാവിന്റെ സാഹചര്യം അറിഞ്ഞുകൊണ്ട് സഹായിക്കാൻ തീരുമാനിക്കുന്നു. കൊക്കോ മോങ്ങിന്റെ വസ്ത്രങ്ങളിൽ ഒന്ന് ഉടമ അച്ഛൻ സൗജന്യമായി നൽകുന്നു. ജോലി പൂർത്തിയായിക്കഴിഞ്ഞാൽ അത് തിരികെ നൽകാമെന്ന് പറഞ്ഞു. ഇതിനുശേഷം സോവാന്റെ അച്ഛൻ കൊക്കോ മോങ് വേഷം ധരിച്ച് അവളുടെ മുറിയിലേക്ക് വരുന്നു. സോവാൻ അത് കണ്ട് സന്തോഷിക്കുന്നു. അവൾ ഉടൻ തന്നെ കൊക്കോ മോങ്ങിനെ കെട്ടിപ്പിടിക്കുന്നു. അവളുടെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിക്കുന്നു. പിറ്റേന്ന് രാവിലെ വനിതാ സൈക്യാട്രിസ്റ്റ് സോവാനുമായി സംസാരിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്നു. സംഭാഷണത്തിനിടയിൽ സൈക്യാട്രിസ്റ്റ് സോവാനോട് സൗമ്യമായി പറയുന്നു, അവളുടെ വേനൽക്കാല അവധിക്കാലം അവസാനിക്കുകയാണെന്നും സ്കൂളിലെ ആദ്യ ദിവസം അടുത്തുവെന്നും. സോവാനോട് വീണ്ടും സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സൈക്യാട്രിസ്റ്റ് ചോദിക്കുന്നു. സോവാൻ ഉടൻ തന്നെ വിസമ്മതിക്കുന്നു. തന്റെ എല്ലാ സുഹൃത്തുക്കളും തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കേട്ടിട്ടുണ്ടാകുമെന്ന് അവൾക്ക് തോന്നുന്നു. അവരെ നേരിടണമെന്ന ചിന്ത അവളെ നാണക്കേടിൽ ആഴ്ത്തുന്നു. ആശുപത്രിയിൽ അവൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് സൈക്യാട്രിസ്റ്റ് ചോദിച്ചപ്പോൾ സോവാൻ മനസ്സ് തുറക്കുന്നു. മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തതിൽ തനിക്ക് കുറ്റബോധം തോന്നുന്നുവെന്ന് അവൾ സൈക്യാട്രിസ്റ്റിനോട് പറയുന്നു. ആശുപത്രി ബില്ലുകൾ കുന്നുകൂടുന്നുണ്ടെന്നും അത് അടയ്ക്കാൻ മാതാപിതാക്കൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും അവൾക്കറിയാം. താൻ കാരണം മാതാപിതാക്കൾ കഷ്ടപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് സോവാൻ സമ്മതിക്കുന്നു. പക്ഷേ തനിക്ക് ഒരിക്കലും തിരിച്ചുവരാൻ കഴിയില്ലെന്ന് അവൾ ഭയപ്പെടുന്നു. 2 ദിവസത്തിനുശേഷം സോവാൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. അവളുടെ അമ്മയും അച്ഛനും അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തുന്നു. പക്ഷേ സോവാൻ ഇപ്പോഴും അവളുടെ അച്ഛനെ നോക്കുന്നില്ല. അവർ കാറിൽ പോകുമ്പോൾ സോവാന്റെ അച്ഛൻ അവളുടെ ഭയം കുറയ്ക്കാൻ അവർക്കിടയിൽ ഒരു കർട്ടൻ ഇടുന്നു. സംഭവം നടന്ന സ്ഥലം കടന്നുപോകുമ്പോൾ സോവാന്റെ ആരോഗ്യം വീണ്ടും വഷളാകാൻ തുടങ്ങുന്നു. അവളുടെ വിഷമം മനസ്സിലാക്കിയ സോവാന്റെ അച്ഛൻ അവളെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കാൻ ഉടൻ തന്നെ കാർ വേഗത്തിലാക്കുന്നു. വീട്ടിലെത്തിയ സോവാൻ കാറിൽ നിന്നിറങ്ങി ഉടൻ തന്നെ ഛർദ്ദിക്കാൻ തുടങ്ങി. പക്ഷേ സോവാനും അമ്മയും ആ നിമിഷത്തെ പ്രകാശപൂരിതമാക്കുന്ന എന്തോ ഒന്ന് ശ്രദ്ധിച്ചു. അവരുടെ കടയുടെ ചുമരിൽ സോവാന്റെ സുഹൃത്ത് ഇട്ട മധുരമുള്ള പ്രോത്സാഹന കുറിപ്പുകൾ ധാരാളം ഉണ്ട്. ഈ ഹൃദയംഗമമായ സന്ദേശങ്ങൾ കണ്ട് സോവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നു. പിറ്റേ